ആലപ്പുഴ പുന്നമടയിലെ പൂരത്തിന് ഇനി 3 നാൾ മാത്രം. വെള്ളിക്കപ്പിൽ മുത്തമിടാൻ ചുണ്ടൻ വള്ളങ്ങളിൽ കൈമെയ് മറന്നുള്ള പരിശീലനത്തിലാണ് ഓരോ ബോട്ട് ക്ലബ്ബുകളും. നെഹ്റു ട്രോഫി ജലോത്സവ പ്രേമികളിൽ ആവേശം നിറച്ച് നിരവധി ചുണ്ടൻ വള്ളങ്ങളാണ് ഓരോ ദിവസവും പുന്നമടയിൽ ട്രാക്ക് എൻട്രി നടത്തുന്നത്. 22 ചുണ്ടൻ വള്ളങ്ങളടക്കം 71 കളിവള്ളങ്ങൾ മത്സരിക്കുന്ന നെഹ്റു ട്രോഫി ജലമേളയിൽ വിജയത്തിൽ കുറഞ്ഞ് ഒരു ലക്ഷ്യവും പുന്നമടയിൽ തുഴയെറിയുന്നവർക്കില്ല. തുഴച്ചിൽക്കാരുടെ അതേ വീറും വാശിയുമാണ് ചുണ്ടൻ വള്ളങ്ങളെയും ബോട്ട് ക്ലബ്ബുകളെയും പ്രതിദാനം ചെയ്യുന്ന ഓരോ കരക്കാർക്കുമുള്ളത്. സ്വന്തം കരക്കാർക്ക് വള്ളമോ ക്ലബ്ബോ ഇല്ലെങ്കിലും വള്ളംകളി നെഞ്ചിലേറ്റുന്നവരാണ് ഓരോ കുട്ടനാട്ടുകാരും പുന്നമടക്കാരും. വള്ളങ്ങളിലുള്ള ആവേശം കൊണ്ടാണ് ഇത് കാണാനായിട്ട് വരുന്നത്. വീട് നെടുമുടിയിലാണ്, ഞാനിപ്പോൾ താമസിക്കുന്ന പഴയ വീട്ടിലാണ്. കുട്ടനാടെന്ന് പറഞ്ഞാൽ പണ്ട് ഞങ്ങൾ ഈ വെപ്പുവെള്ളത്തിലൊക്കെ തൊഴാനൊക്കെ പോയിട്ടുണ്ട് ചെറുപ്രായത്തിൽ. അതിൻ്റെ ഒരു ഓർമ്മയാണ്. പിന്നെ ഇതിനോടുള്ളൊരു ആവേശമുണ്ട്. ബോട്ട് ക്ലബ്ബുകൾ കളിവള്ളങ്ങൾ കണ്ടെത്തി മത്സരത്തിനിറങ്ങുന്ന രീതി മാറി വള്ള ഉടമകൾ ക്ലബ്ബുകളെ കണ്ടെത്തി തുഴയിപ്പിക്കുന്ന രീതി വന്നതിനോട് ചെറിയ എതിർപ്പുള്ള പഴയ തുഴച്ചിൽക്കാരുണ്ടെങ്കിലും അവരും ഓരോ വള്ളങ്ങളുടെയും ട്രയൽ കാണാൻ പുന്നമടയിൽ എത്തുക പതിവാണ്. അന്നൊരു ക്ലബ്ബ് തുഴക്കാരും കാശ് അങ്ങോട്ട് കൊടുത്ത് വേണം വള്ളത്തേക്കാരൻ. ഇന്ന് കോടികൾ വേറെ കിട്ടിക്കൊണ്ട് 1000 അല്ല 1 ലക്ഷമൊക്കെ കിട്ടിക്കൊണ്ടാണ് ആനുകൂല്യം വാങ്ങിച്ചുകൊണ്ടാണ് തുഴക്കാരൻ തുഴയുന്നത്. അതിൽ കൂടി ഇപ്പം എന്ത് പറയാം, ഇന്ന് കാശിൻ്റെ കളിയാണ്, അന്ന് കരുത്തൻ്റെ കളിയായിരുന്നു. മത്സരിക്കുന്ന 22 ചുണ്ടൻ വള്ളങ്ങളിൽ 8 ചുണ്ടൻ വള്ളങ്ങൾ തമ്മിൽ അതിശക്തമായ മത്സരമാകും ഉണ്ടാവുകയെന്നും മികച്ച രീതിയിലാണ് ഓരോ ടീമും പരിശീലനം നടത്തുന്നതെന്നും വള്ളംകളി വിദഗ്ധർ പറയുന്നു. ഒരു 10 ചുണ്ടൻ വള്ളങ്ങൾ തന്നെ നെഹ്റു ട്രോഫി പ്രതീക്ഷിച്ച് വരുന്നുണ്ട്. പലതും 1 കോടി രൂപയ്ക്ക് മുകളിൽ ചെലവഴിച്ചുകൊണ്ടാണ് ഇക്കുറി നെഹ്റു ട്രോഫിക്ക് വരുന്നത്. ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ലാത്ത ഒരു ഫിനിഷിംഗ് ടച്ചിലേക്ക്, അതായത് ഫോട്ടോ ഫിനിഷിലേക്ക് വരും. അത് പ്രത്യേകിച്ച് 8 വള്ളങ്ങൾ ഇതിൽ ഉണ്ടാവും. കഴിഞ്ഞ കൊല്ലത്തേക്കാളൊക്കെ ഗംഭീരം അതിമനോഹരമായ വാശിയും വീറുമൊക്കെയാണ് ഇക്കുറിയുള്ളത്. ചുണ്ടൻ വള്ളങ്ങളുടെ ട്രാക്ക് എൻട്രി ആരംഭിച്ചതോടെ തന്നെ പുന്നമടയിൽ ജലോത്സവ ലഹരി നിറഞ്ഞു കഴിഞ്ഞു. ഇനി കിഴക്കിന്റെ വെന്നീസിൽ മുഴങ്ങിക്കേൾക്കുക ആർപ്പുവിളികളും വഞ്ചിപ്പാട്ടുമാകും. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.